നമസ്കാരം. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാമേ. മരത്തേന്ന് വീണതാണേ. 10 രൂപ എടുത്ത് നട്ടലിന് പോട്ടില്ല. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടറായിരുന്നു. ഇതിപ്പോഴുള്ളതാണോ കുറച്ച് നാൾ മുമ്പുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏതായാലും ഇതിപ്പോ ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ട്. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നേ. നട്ടലിന് 10-20 ഇടത്ത് പൊട്ടലുകളുള്ള ആള്, ഒരുപാട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ആള്, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല, കൈയും കാലും ചലിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആള്, പാസ്റ്റർ ഇങ്ങനെ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തടകി കാല് പൊക്കട കൈ പൊക്കട എന്ന് പറയുമ്പോൾ പൊങ്ങി ചാടി അങ്ങേര് എഴുന്നേറ്റ് ഓടുന്ന ഒരു രംഗമാണ്. പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഈ കിടക്കുന്ന ആളുടെ ഭാര്യ പറയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചത്, ചികിത്സിച്ച ഡോക്ടറുടെ പേരും പറയുകയാണ്, ഡോക്ടർ ആൽബിനാണ് ചികിത്സിച്ചത്. അപ്പോൾ വളരെ ആധികാരികമായിട്ട് ചികിത്സിച്ച ഹോസ്പിറ്റൽ ഏതാണ്, അതും കോട്ടയം മെഡിക്കൽ കോളേജ്. ഡോക്ടറുടെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ രോഗശാന്തിയൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഒരുപാട് ഉടായ്പകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് ചെവിയാ കേൾക്കാത്തത് നടത്തുമെന്ന് ചോദിച്ചപ്പോൾ 2 ചെവിയും കേൾക്കില്ല എന്നൊക്കെ വളരെ വിധേയത്വത്തോടു കൂടി പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ പേര്? ക്ലിന്റു. എത്ര മക്കളുണ്ട്? 2 പേരുണ്ട്. ഏത് ചെവിക്കാണ് കേൾവില്ലാത്ത? 2 ചെവിക്ക്. 2 ചെവിക്കും കേൾക്കത്തില്ല. കേൾക്കത്തില്ല. കടന്നുരുളുന്നതും ചാടുന്നതും മറിയുന്നതും അടുത്ത് നിൽക്കുന്നവനെ അടിച്ചു തള്ളി താഴെ ഇടുന്നതും ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കോട്ടയം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർമാർ ആരൊക്കെയാണെന്ന് നോക്കി. അതിലൊന്നും ഡോക്ടർ ആൽബിൻ എന്നൊരു പേര് കണ്ടില്ല. പിന്നെ കോട്ടയത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ്, അസ്ഥിരോഗ വിദഗ്ധനാണ്, സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്, ഡോക്ടർ ടോമിച്ചൻ. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, ഈ കാര്യം സംസാരിച്ചു. ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആൽബിൻ എന്ന് പേരുള്ള ഒരാൾ ജോലി ചെയ്യുന്നതായിട്ടോ ചെയ്തിട്ടുള്ളതായിട്ടോ നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ട്. ഒരു വീഡിയോ, രോഗശാന്തി നടത്തുന്ന ഒരു വീഡിയോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഒരു ഉടായ്പിനെതിരെ കുറച്ച് നാൾ മുമ്പ് ആളുകളൊക്കെ രംഗത്ത് വന്നതാണ്. അപ്പോൾ ഇത് ഉടായ്പാണ്, ഡോക്ടർമാരെല്ലാം വളരെ പുച്ഛത്തോടെയാണ് ഈ സംഗതിയെ നോക്കിക്കാണുന്നത്. എന്നാലും പറഞ്ഞു, ഡോക്ടർ ആൽബിൻ എന്ന് പറയുന്നത് അവിടെ പഠിച്ചിരുന്ന, മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരാളാണ്, PG ട്രെയിനി ആയിരുന്നു, അല്ലാതെ അവിടുത്തെ ഡോക്ടറൊന്നുമല്ല. ഡോക്ടർ ആൽബിൻ എന്ന് പറയുന്നത് ആ ഡോക്ടർ ഇവിടെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ജോലിയൊന്നും ഉണ്ടായിരുന്ന ആളല്ല. പുള്ളി ഇവിടുത്തെ ഒരു എന്താ പറയുന്നത് PG ട്രെയിനി ആയിരുന്നു. ശരി. പുള്ളി PG ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പുള്ളി സ്ഥലത്തൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിനൊക്കെ ഇരയാകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളോ ഇതിനൊക്കെ ഇരകളാകുന്നതോ, അവരെ ആരെങ്കിലും ഒരു രോഗശാന്തി ചെയ്യുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. വെറും പാവപ്പെട്ട ആളുകളെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്ത് എന്തിനാണ് മറ്റുള്ളവരെയും കൂടി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ബ്രെയിൻ ട്യൂമർனால இந்த 2 வாரம் கண்ணு தெரியாமல் போய்விட்டது. இப்ப 2 கண்ணு நல்லா தெரியுது. വൈദ്യശാസ്ത്രത്തിന്റെ അല്ല, ശാസ്ത്രത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന പരിപാടിയാണിത്. വെറുതെ ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് ഇവനെ പോലെയുള്ള ഫ്രോഡുകളെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? സർക്കാർ മുൻകൈ എടുത്ത് RCCയിലൊക്കെ കൊണ്ടുവന്ന് അങ്ങ് ഇട്ടേക്കണം. ഓരോ ദിവസവും അവന്മാരുടേതായിട്ടുള്ള സമയം എടുത്തോട്ടെ. RCCയിൽ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്, ഒരു പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ രോഗശാന്തി കൊടുക്കട്ടെ, എങ്കിൽ നമ്മളിതിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അസുഖമുള്ള ഒരാളുമായിട്ട് പെട്ടെന്ന് കയറി ചെന്നാൽ അവർ നമ്മളെ അകത്തോട്ട് പ്രവേശിപ്പിക്കുമെങ്കിൽ, അവരെ രോഗശാന്തി സൗഖ്യം വരുത്തി തിരിച്ചു വിടുമെങ്കിൽ നമ്മൾ സമ്മതിക്കാം. എന്തിനാണ് ഇങ്ങനെ? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യ എന്നാണ്. ഒരു ദൈവത്തിൻ്റെ പേരിൽ കുറേ ആളുകൾ ആ ഒരു വിശ്വാസം വളരെ പവിത്രമായിട്ട് കൊണ്ട് നടക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് കൂടി നാണക്കേടുണ്ടാക്കാൻ, നേരെ ചൊവ്വേ വിശ്വാസമായിട്ട് പോകുന്ന ആളുകൾക്ക് കൂടി തെറ്റിദ്ധാരണ അവരിൽ കൂടി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇവന്മാരുടെയൊക്കെ ഇങ്ങനത്തെ പരിപാടി. ഇതൊക്കെ വിശ്വസിക്കാനും ഇതൊക്കെ കണ്ടു നിന്ന് കൈയടിക്കാനും ഇതിന് ആർപ്പുറോ വിളിക്കാനും ആളുകളുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഈ ഒരു വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. സത്യത്തിൽ ആ ആശുപത്രി ഇവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നവര്, കണ്ണ് കാണാത്തവര്, അങ്ങനെ പലർക്കും രോഗശാന്തി കൊടുക്കുന്നു, ചെവി കേൾക്കാത്തവര്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഒരാളുമായിട്ട് ചെന്നാൽ ഇവർ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവർ സെലക്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നു. രോഗികൾക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ വേർതിരിവ് കാണിക്കരുത്. എല്ലാവരെയും സുഖപ്പെടുത്തണം, എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്തണം. എന്നിട്ട് പറയുകയാണ് ഇത് ബാധയാണ്, ബാധ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു, അവിടെ നിന്ന് വേറെ ആരും കണ്ടില്ല, അങ്ങേരെ കണ്ടുള്ളൂ. ചാടി എഴുന്നേക്ക്. ഓ, മൊത്തം കെട്ട് കഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നേ. അയ്യോ, ഇതൊക്കെ ലൈവായിട്ട് ചെയ്യാൻ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു മനസ്സുറപ്പ് വരുന്നതെന്ന് അറിയാമോ? ഇവിടെ കുറെ വിഡ്ഢികളുണ്ട്, വിഡ്ഢികളാണ് ഇവർ. എന്ത് ചെയ്താലും ഇവർ വിശ്വസിക്കും. ഇവരുടെ കൈ നമ്മുടെ ദേഹത്ത് വീഴില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്.
അതല്ല എൻ്റെ ഏറ്റവും വലിയൊരു സംശയം, കൊറോണ വന്ന സമയത്ത് ഒരുത്തനെ കണ്ടിട്ടില്ല. എല്ലാം പാതാളത്തിൻ്റെ അടിയിലെങ്ങാണ്ട് റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് ആർക്കും കയ്യും വെച്ച് പ്രാർത്ഥിക്കേണ്ട, ശരീരത്ത് തലോടി ബാധ ഇറപ്പിക്കേണ്ട, കൊറോണ ഇവിടുന്ന് ഓടിച്ച് വിടുകയും വേണ്ട. എത്രയോ മനുഷ്യർ ഒന്നും അറിയാതെ മരണപ്പെട്ടു പോയി. ആ സമയത്തൊക്കെ ഈ രോഗശാന്തിയും കൊണ്ട് ഇറങ്ങരുതായിരുന്നോ? ഇനി ഇങ്ങനെ ഒട്ടും വൈദ്യശാസ്ത്രം ഒന്നും പഠിക്കാതെ ഇങ്ങനെ വന്ന ഉടനെ അങ്ങ് കൈ വെച്ച് ബാധ ഒഴിപ്പിച്ച് അസുഖം ഭേദമാക്കുന്ന ഈ ഒരു രീതി കണ്ടാണോ നമ്പർ 1 പൊസിഷൻ ആരോഗ്യ കേരളത്തിന് കിട്ടിയതെന്നറിയില്ല കേട്ടോ. ഒരു കണക്കിന് ഇനി വീണ ജോർജിന്റെ കണ്ണിലെങ്ങാനും പെട്ട ഇടതുപക്ഷം കൊണ്ടുവന്ന പുതിയ ആധുനിക ചികിത്സാ രീതി എന്ന് പറഞ്ഞ് അതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യും. എല്ലാം കണക്കാണെന്നുള്ളത് അവസ്ഥ. നമ്മളിതൊക്കെ കാണണമല്ലോ എന്നുള്ളതാണ്. ആരും ഇതിലൊന്നും പെട്ടുപോകരുത്, അതേ പറയാനുള്ളൂ മനുഷ്യരെ. ഇങ്ങനെ ഒന്നും ഇല്ല, ഇതൊക്കെ വെറും ഉടായ്പാണ്, വയറ്റിപ്പഴപ്പാണ്. ഇവനൊക്കെ പൈസ ഉണ്ടാക്കുകയാണ്. നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇടനിലക്കാരൻ എന്തിനാ? ഇയാൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച എന്താ ദൈവം കേൾക്കത്തില്ലേ? സത്യത്തിൽ സാക്ഷര കേരളം എന്നുള്ള വിശേഷണത്തിന് ഇതിനപ്പുറം ഒരു അപമാനം ഇനി ഇല്ല. ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ച് തിന്നുന്ന കുറേ ആളുകൾ. ഇത് പറയുമ്പോൾ ഞാൻ ദൈവമില്ല, ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നൊന്നും ഒരു വിശ്വാസിക്കും തോന്നരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഇതൊക്കെ ഫ്രോഡ് പരിപാടികളാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ പ്രാർത്ഥിക്കും, നേരിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കും. ഇവന്മാരൊക്കെ ഇത് ബിസിനസ്സിൻ്റെ ഇതിനപ്പുറമൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മളിത് കണ്ടു നിൽക്കുന്നവർ എത്ര ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും വിശ്വസിച്ച് പോകും. ഷോടാ ലൈവായിട്ട് ഇത് ചെയ്യല്ലേ? ഓരോ തമിഴ് വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് ചിരിക്കണോ കരയണോ നെഞ്ചത്തലയ്ക്കണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയ്യോ കിടന്ന് തുള്ളുന്ന തുള്ളു കണ്ട അതിനൊക്കെ ഒരു 500 രൂപയും ബിരിയാണിയും കൊടുത്താലും മതിയാവത്തില്ല കേട്ടോ. നട്ടലിന് 16 പൊട്ടലുള്ളവന് ബാധ കയറിയതാ, അത് ഒഴിഞ്ഞു പോയെന്ന്. എന്തുവാ മനുഷ്യരെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? മനുഷ്യരുടെ മനസ്സിൽ എന്ത് രജിസ്റ്റർ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങൾ അപഹാസ്യരാകുകയാണ്, യഥാർത്ഥ വിശ്വാസികളെയും കൂടെ നിങ്ങൾ നാണം കെടുത്തുകയാണ്. അതിനപ്പുറം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാരണവശാലും ആരും ഇങ്ങനത്തെ വീഡിയോകൾ പോലും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. അല്ല, ബാക്കി എല്ലാ കാര്യത്തിലും സർക്കാർ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ. വഴിയെ പോകുന്നതിനെല്ലാം സാധാരണക്കാരനെ നെഞ്ചത്ത് കയറി പിഴിയാനും പിരിവെടുക്കാനും പിടിച്ചകത്തിടാനും എല്ലാം നല്ല ഇത് കാണിക്കുന്നുണ്ട്, ആളുകളുടെ മുഖത്തടിക്കാനും ഒക്കെ. ഇങ്ങനെ ആളുകളെ പറ്റിച്ച് നടക്കുന്ന കുറേ ഇങ്ങനെ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം കാണിക്കുന്ന മനുഷ്യർക്കെതിരെ ഇതുവരെ ഒരു നടപടിയെടുക്കാനും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർമാരെല്ലാം വളരെ പുച്ഛത്തോടെയാണ് ഈ പറഞ്ഞതുപോലെ കാണുന്നതെങ്കിലും നിങ്ങൾ നിശബ്ദരായിട്ട് ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 16 എടുത്ത് പൊട്ടല്, ആ കിടന്നുകൊണ്ട് പറയാം 10-20 എടുത്ത് പൊട്ടലുണ്ടെന്ന്. സൂപ്പർ ഗ്ലൂ എടുത്ത് ഒട്ടിച്ച് വിടാൻ നന്നായി ആളുകളുടെ മുന്നിൽ വെച്ച്. മരത്തേന്ന് വീണതാണേ, കേട്ടില്ല. 10 രൂപ എടുത്ത് നട്ടലിന് പൊട്ടില്ല. നട്ടലിന് പൊട്ടലുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാനാ കേട്ടോ. അങ്ങേരെ ഷർട്ടിന് പുറത്തുകൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് കിടന്നു. ആ ഒരു ആത്മാർത്ഥത ആരും കാണാതെ പോകരുത്. അയ്യോ 10 പൈസ ദേഹം അനങ്ങാതെ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാണിച്ച് കൂട്ടണമെന്ന്. നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ അയൽവക്കക്കാരനെ സ്നേഹിക്കണം. വിശ്വാസവഞ്ചന പാടില്ല. എന്തൊക്കെ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് മനുഷ്യന് എന്ത് പ്രയോജനം എന്നൊക്കെ പറഞ്ഞു തന്ന ആ യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ തുടായ്പ് കാണിക്കാനുണ്ടല്ലോ. മറ്റ് ഈ മതവിശ്വാസികളായിട്ടുള്ള ആളുകളും ഇവർക്കെതിരെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ചെയ്യണം. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി നിന്നാലും 10-16,000 രൂപ ശമ്പളം കിട്ടും. ഒന്നുമില്ല, തൊഴിലുറപ്പിനെങ്കിലും പോയി ജീവിക്കാം. ജോലി കിട്ടാനൊന്നും ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ വെറുതെ ഇരുന്ന് വിയർക്കാതെ ചുമ്മാ തിന്നുകൊണ്ട് കാശുണ്ടാക്കാനൊക്കത്തില്ല. ആളുകളെ പറ്റിച്ച് ജോലി ചെയ്യണം. 20 പൊട്ടലുള്ള ആള് എഴുന്നേറ്റ് നടന്ന നടത്തം ഒറ്റ അടിക്ക്, എൻ്റെ പൊന്നെ വൈദ്യശാസ്ത്രം ഇങ്ങേറെ കാലിലൊന്ന് സാഷ്ടാംഗം പ്രണമിക്കണം. ഇങ്ങനെ തന്നെയല്ല, കുറേ മന്ത്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്, മന്ത്രവാദിനികളും ഉണ്ട്. എൻ്റെ പൊന്നെ ഇതിനു വേണ്ടി തന്നെ ഒരു ചാനലുണ്ട് കേട്ടോ, യൂട്യൂബിൽ കണ്ട് ചുമ്മാ ഓരോന്നൊക്കെ അങ്ങനെ ഇരുന്നില്ല. ജീവിതത്തിൽ ബോറടിക്കുമ്പം അല്ലെങ്കിൽ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉടനെ കുറേ ഭസ്മവും വാരി പൂശി അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ഒരു വലിയ പൊട്ടും തൊട്ട്. ശിവൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു, ഒരു സ്ത്രീ പറയാണ്, പരമശിവൻ്റെ ഭാര്യയാണ് ഞാൻ, ആരോടും പറയരുതെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കല്ല് കണ്ടോ, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണില്ല, എനിക്ക് മാത്രമേ കാണുള്ളൂ. ഏതൊക്കെ ടൈപ്പ് സാധനങ്ങൾ ഇറങ്ങുന്നതാണ്. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത സാധനങ്ങൾ. കഴിഞ്ഞ ദിവസം പറ കണ എന്നൊക്കെ ഏതാണ്ട് പറഞ്ഞിട്ട് പറയാം, ഇത് ദൈവത്തിനും എനിക്ക് മാത്രം അറിയാവുന്ന ഭാഷയാണ്, ഞങ്ങൾ ഈ ഭാഷയല്ല സംസാരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇത് തലയ്ക്ക് സുഖമില്ലാത്ത ആളുകൾക്കെല്ലാം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാതെയും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നാട്ടുകാരുടെ പണം അടിച്ച് മാറ്റാതെയും ഏതെങ്കിലും രീതിയിൽ ഇവരെയൊക്കെ തടഞ്ഞു വെക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഒരു സിസ്റ്റം വരണം. നമ്മളൊക്കെ വെറുതെ ഇത് തമാശയെന്ന് വിചാരിക്കും, ഒരു കോമഡി കാണുന്ന പോലെ നമ്മളിത് കണ്ട് ചിരിച്ചങ്ങ് തള്ളിവിടും. പക്ഷെ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇത് ശരിയാണ് എന്ന് കരുതി ഇതിനു വേണ്ടി എത്ര പണം മുടക്കാനും സമയം മുടക്കാനും തയ്യാറായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തൊരു മഹാപാപമാണല്ലേ.
പ്രത്യേകിച്ച് പലയിടങ്ങളിലൊക്കെ പോയിട്ട് രോഗത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കടന്നുള്ള ഡിസ്കോ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന ആളുകളുണ്ട്. ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്, ആളുകളെ ഇങ്ങനെ പറ്റിച്ച് അവരെ രക്തമൂറ്റി ജീവിക്കരുത്. ഉളുപ്പുള്ളവന്മാരൊന്നും ഈ പരിപാടിക്ക് പോകത്തില്ല, അതുകൊണ്ട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ഇതിന് നിയമ നടപടി എടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇവന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.